ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക ഗൈസ്, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വ്യക്തി ആ ഒരു വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഈ പന്ന എന്താണ് നമ്മൾ ഇവിടെയൊക്കെ വിളിക്കുക ഗൈസ്, ചെയ്ത പരിപാടി എന്താണെന്നറിയോ? ആ വീൽ ചെയർ കുറച്ചൊന്ന് നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ ഒന്ന് ടേൺ ചെയ്ത് വെച്ചു. പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അത് തന്നെ സംഭവിച്ചു ഗൈസ്. കാരണം ഭർത്താവ് പെട്ടെന്ന് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരിക്കലും ഭാര്യ പ്രതീക്ഷിക്കുന്നില്ല ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് പെട്ടെന്ന് വരും എന്നുള്ളത്. പക്ഷേ പെട്ടെന്നൊരാവശ്യത്തിന് ഭർത്താവ് വീട്ടിലേക്ക് വന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഭർത്താവിൻ്റെ അമ്മക്ക് പുല്ല് വില പോലും നൽകാതെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയ സമയത്ത് അമ്മ വീട്ടിലുണ്ട്. ആ അമ്മയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ത്രീ, ഭാര്യ എന്നൊന്നും വിളിക്കാൻ സാധിക്കില്ല. നമുക്ക് ഈ CCTV ഒന്ന് കണ്ടു നോക്കാം. അതായത് താമസിക്കുന്ന വീട്ടിൻ്റെ പുറത്തുള്ള ആ സ്ട്രീറ്റിൻ്റെ ഭാഗത്തുള്ള CCTV ഫുട്ടേജാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കാണാം. ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. നിങ്ങൾ നോക്കുക, ഏർലി മോർണിംഗ് ടൈമാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് അതായത് ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൽ ഈ സൂപ്പർവൈസറായിട്ടൊക്കെ ജോലി ചെയ്യൂലേ, ആ ഒരു പൊസിഷനിലാണ് ആ ഭർത്താവ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഈ CCTVയിലൂടെ കാണുന്നത്. അവിടെ പട്ടിയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം അമ്മ. അദ്ദേഹം ആ ഉമ്മ കൊടുത്തത് സ്വന്തം അമ്മക്കാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, മരുമകളും അമ്മയും തമ്മിലുള്ള പോരാട്ടം പല വീടുകളിലും സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ പോലും ആ ഭർത്താവ് വണ്ടി എടുത്തിട്ട് ജോലിക്ക് പോയി. പൂർണ്ണമായിട്ടും അമ്മയെ ഭാര്യയ്ക്ക് ഏൽപ്പിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ സമയത്തിന് ഭക്ഷണം കൊടുക്കുക എന്ന് അല്ലാതെ ഒരു കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ഭാര്യ സ്വന്തം ഭർത്താവിൻ്റെ അമ്മക്ക് നൽകുന്നില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക ഗൈസ്, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വ്യക്തി ആ ഒരു വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഈ പന്ന എന്താണ് നമ്മൾ ഇവിടെയൊക്കെ വിളിക്കുക ഗൈസ്, ചെയ്ത പരിപാടി എന്താണെന്നറിയോ? ആ വീൽ ചെയർ കുറച്ചൊന്ന് നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ ഒന്ന് ടേൺ ചെയ്ത് വെച്ചു. എന്നിട്ട് ആ ഒരു യുവാവിനെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ, കാമുകനെ അകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് ഗൈസ്. എങ്ങനെ സഹിക്കാൻ സാധിക്കും? ഇല്ല. പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അത് തന്നെ സംഭവിച്ചു ഗൈസ്. കാരണം ഭർത്താവ് പെട്ടെന്ന് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരിക്കലും ഭാര്യ പ്രതീക്ഷിക്കുന്നില്ല ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് പെട്ടെന്ന് വരും എന്നുള്ളത്. പക്ഷേ പെട്ടെന്നൊരാവശ്യത്തിന് ഭർത്താവ് വീട്ടിലേക്ക് വന്നു. വണ്ടി അവിടെ സൈഡാക്കി. എന്നിട്ട് വാഹനത്തിൽ നിന്ന് എന്തോ മൊബൈൽ ഫോണും പേഴ്സൊക്കെ ആയിരിക്കാം എടുക്കുന്നു. സ്വന്തം അമ്മയെ, വീൽ ചെയറിലിരിക്കുന്ന അമ്മയെ, എനിക്ക് തോന്നുന്നു കഴുത്തൊന്നും ഇങ്ങനെ തിരിക്കാനൊന്നും സാധിക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒന്ന് ചെരിച്ച് ഇരുത്തിയത്. നോക്കുക. അദ്ദേഹം വന്നു, ഗേറ്റ് ഓപ്പൺ ചെയ്തു, വീടിൻ്റെ അകത്തേക്ക് കയറ്റിയ സമയത്ത് നിങ്ങൾ നോക്കുക. ആ സമയത്ത് തന്നെ എങ്ങനെയാണ് എൻ്റെ അമ്മ ഇങ്ങനെ ടേൺ ആയത് അല്ലെങ്കിൽ തിരിഞ്ഞിരുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും മകൻ വന്നു, അമ്മക്ക് ജസ്റ്റ് കൈ കൊടുത്തു. അതിനുശേഷം അകത്തേക്ക് പോയി ഗൈസ്. നിങ്ങൾ നോക്കുക, അകത്തേക്ക് പോയ സമയത്ത് ആ ബോയ് ഫ്രണ്ട് ഇറങ്ങി ഓടി. അയാൾ കൊടുവാളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നൈസായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി.